പ്രിയപ്രേക്ഷകരെ, നമ്മൾ വീണ്ടും ഒരു കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. അട്ടപ്പാടി കടമ്പാറ ഉന്നതിയിലെ രംഗസ്വാമിയാണ് മരിച്ചത്. ഈ മാസം 9-ന് വീടിന് മുന്നിൽ വെച്ചാണ് കാട്ടാനെ ആക്രമിച്ചത്. ഇക്ബാൽ അറക്കലുണ്ട് വിവരങ്ങളുമായി. ഇക്ബാൽ, മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ദിവസമായി ചികിത്സയിലായിരുന്നു. എന്തായിരുന്നു ഈ അപകടത്തിന്റെ പശ്ചാത്തലം? ഇക്കഴിഞ്ഞ 9-നാണ് പാലക്കാട് അട്ടപ്പാടി ഷോളയൂരിന് സമീപമുള്ള കടമ്പാറ ഉന്നതിയിലെ രംഗസ്വാമി വീട്ടിൽ നിന്നും തോട്ടത്തിലേക്ക് പോകുന്നതിനിടയിൽ കാട്ടാനയുടെ ആക്രമണത്തിന് പരിക്കേൽക്കുന്നത്. അവിടെ മുറിവാലൻ എന്ന് പറയുന്ന ഒരു കാട്ടാനയുണ്ടായിരുന്നു. ഈ കാട്ടാനയുടെ ആക്രമണത്തിലാണ് രംഗസ്വാമിക്ക് പരിക്കേൽക്കുന്നത്. ഉടൻ തന്നെ വനപാലകരും സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരും ചേർന്നാണ് രംഗസ്വാമിയെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ വെച്ച് നടത്തിയ പരിശോധനയിൽ 5 വാരിയലുകൾക്ക് പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി രംഗസ്വാമിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ ചികിത്സയിലിരിക്കുന്ന വൈകിട്ടാണ് രംഗസ്വാമിയുടെ ജീവൻ നഷ്ടമായത്. ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി തന്നെ രംഗസ്വാമിക്ക് പരിക്കേൽക്കുകയായിരുന്നു. ഈ മുറിവാലൻ എന്ന് പറയുന്ന കാട്ടാനയുടെ ആക്രമണത്തിലായിരുന്നു രംഗസ്വാമിക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അവിടെ നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വ്യാപകമായി ഇത്തരത്തിലെ ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് നാട്ടുകാർ തന്നെ പ്രതിഷേധത്തിന് ഇറങ്ങുകയും ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ തടയാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു അട്ടപ്പാടിയിൽ. ഇപ്പോഴാ അതിനെല്ലാം ശേഷം മാസങ്ങൾക്ക് ഇപ്പുറം വീണ്ടും അട്ടപ്പാടിയിൽ ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് വിവരങ്ങൾ നൽകിയത്.